ഹലോ ഗൈസ്. നാളത്തേക്കുള്ള നിഫ്റ്റിയുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലെവൽസും ട്രേഡ് സെറ്റപ്പും ആണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പൊ നമ്മൾ ഈ ഒരു വീഡിയോയിൽ നിഫ്റ്റിയുടെ സ്പോട്ട് പ്രൈസും ലെവൽസും അതുപോലെ തന്നെ മാർക്കറ്റ് പ്രൊഫൈൽ ചാർട്സിനെ ബേസ് ചെയ്തുള്ള ലെവൽസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ ലെവൽസ് ഒക്കെ ഇന്ന് വളരെ പെർഫെക്റ്റ് ആയിട്ട് ആക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു ഏരിയ സ്ട്രോങ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് ആണ്. അപ്പം ആ ഒരു ഏരിയയിൽ നിന്ന് ഒരു റിജക്ഷൻ കാണുകയാണെന്നുണ്ടെങ്കിൽ ഒരു താഴേക്ക് ഒരു പുട്ട് സൈഡിലേക്ക് ഒരു എൻട്രി എടുക്കാൻ നമ്മൾ കറക്റ്റ് ആയിട്ട് പറഞ്ഞിരുന്നു. ഓക്കെ, അപ്പൊ നിങ്ങൾ അതിനെ ബേസ് ചെയ്ത് നിങ്ങൾ ട്രേഡ് എടുത്തു എന്ന് വിചാരിക്കുന്നു. അതുപോലെ നമ്മുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ നമ്മൾ കറക്റ്റ് മെൻഷൻ ചെയ്തു നമ്മുടെ സി സൈഡിലേക്കുള്ള എൻട്രി ലെവലും അതുപോലെ തന്നെ പി സൈഡിലേക്കുള്ള എൻട്രി നമ്മൾ കറക്റ്റ് ആയിട്ട് ലെവൽസ് നമ്മൾ കറക്റ്റ് ആയിട്ട് മെൻഷൻ ചെയ്തിരുന്നു. ഓക്കെ, അപ്പം നമ്മുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, എല്ലാ ദിവസവും നമ്മൾ നമ്മുടെ നിഫ്റ്റിയുടെ വ്യൂസ് ഷെയർ ചെയ്യാറുണ്ട്. നമ്മുടെ മാർക്കറ്റ് പ്രൊഫൈൽ ആൻഡ് ഓർഡർ ഫ്ലോയിനെ ബേസ് ചെയ്തും അതുപോലെ തന്നെ പ്രൈസ് ആക്ഷനെ ബേസ് ചെയ്ത് നമ്മൾ കറക്റ്റ് ആയിട്ട് എല്ലാ ദിവസവും നമ്മൾ ഷെയർ ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പൊ നാളത്തേക്കുള്ള അനാലിസിസിലേക്ക് നമ്മൾ പോവാണ്. ഞാനിപ്പോൾ ഉള്ളത് നിഫ്റ്റിയുടെ 5 മിനിറ്റ് ടൈം ഫ്രെയിം ചാർട്ടിലാണ്. അപ്പൊ നാളത്തേക്ക് ഞാൻ അപ് സൈഡിലേക്ക് ഞാൻ പ്ലാൻ ചെയ്യുന്നത് ഒരുപക്ഷെ മാർക്കറ്റ് ഫ്ലാറ്റ് ഓപ്പണിംഗ് വന്നിട്ട് മാർക്കറ്റ് ഈ ഒരു ലെവലിന് മുകളിലോട്ട് പോവാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഒരു ട്രേഡ് പ്ലാൻ ചെയ്യാം. പക്ഷെ നാളെ ഒരു ബുള്ളിഷ്നെസ് ഫീഡ് ചെയ്യണമെങ്കിൽ മാത്രമേ ഇവിടെ ഒരു ട്രേഡ് പ്ലാൻ ചെയ്യാൻ പാടുള്ളൂ. നാളത്തെ മാർക്കറ്റിന്റെ ബിഹേവിയർ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 700 മുകളിൽ നമുക്ക് ഒരു എൻട്രി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു 780-800 ലെവൽ വരെ നമുക്ക് ടാർഗറ്റ് വെക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ എന്താണ് മാർക്കറ്റ് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ഒക്കെ ആയിട്ട് ഇനി മാർക്കറ്റ് ഇതിന്റെ മുകളിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ 830യുടെ മുകളിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു എൻട്രി പ്ലാൻ ചെയ്യാം. അതേപോലെ തന്നെ എന്താണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ടാർഗറ്റ് ആയിട്ട് നമുക്ക് കഴിഞ്ഞ ദിവസം പറഞ്ഞ ലെവൽസ് അഗൈൻ ആക്റ്റീവ് ആണ് അവിടെ. 23,970 ഏരിയ ഒരു റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യും. 970 മുതൽ 24,000 വരെ എന്താണ് ഒരു റെസിസ്റ്റൻസ് ആയിട്ട് മാർക്കറ്റിൽ ആക്ട് ചെയ്യും. ഈ ലെവൽസ് നിങ്ങൾ കറക്റ്റ് ആയിട്ട് വരച്ചു വെക്കുക. അതുപോലെ നാളത്തേക്ക് ഡൗൺ സൈഡിലേക്ക് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് ഈ ഒരു ഏരിയ എന്ന് പറയുന്ന ഒരു സപ്പോർട്ട് ഏരിയ ആണ്. അതായത് 23,587 മുതൽ 23,560 വരെയുള്ള ലെവൽ എന്താണ് ഒരു സപ്പോർട്ട് ഏരിയ ആണ്. അപ്പം അതിന്റെ താഴെ അതായത് 23,560യുടെ താഴെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചെറിയൊരു ഡൗൺ സൈഡ് എക്സ്പെക്ട് ചെയ്യാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 23,460 നമുക്ക് ഒരു ടാർഗറ്റ് വെക്കാം. അതുപോലെ ഈ ഒരു ഏരിയയിൽ നിന്ന് പ്രൈസ് ബൗൺസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അതുപോലെ തന്നെ എഗെയിൻ നമ്മൾ ഒരു ഡൗൺ സൈഡിലേക്ക് മാർക്കറ്റ് വരുവാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസ് ലെവൽ അതായത് 23,320 ലെവലിൽ നിന്നാണ് ഈ ഒരു ഏരിയയിൽ നിന്ന് പ്രൈസ് ബൗൺസ് ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞാൽ അപ് സൈഡിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഇവിടെ നമുക്കൊരു ലോങ് ടേക്കുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഈ ഒരു ലെവൽ ക്രോസ് ചെയ്ത് സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡൗൺ മൂവിനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഓക്കെ, അതേപോലെ തന്നെ നമ്മുടെ മാർക്കറ്റ് പ്രൊഫൈൽ ചാർട്സിലേക്ക് നമ്മൾ പോവാണ്. അപ്പൊ എല്ലാ ദിവസവും നമ്മൾ പറയുന്ന പോലെ എന്താണ് നമ്മുടെ വാല്യൂ ഏരിയ ഹൈയും ലോയും നിങ്ങൾ മാർക്ക് ചെയ്ത് വെക്കുക. അതായത് വാല്യൂ ഏരിയ ഹൈ എന്ന് പറയുന്നത് 23,744 ആണ്. ഇത് നിഫ്റ്റിയുടെ ഫ്യൂച്ചർ ചാർട്ടിന്റെ ലെവലാണ്. അതുപോലെ എന്താണ് 23,605 ആണ്. അതെന്താണ് ഒരു വാല്യൂ ഏരിയ ലോ ആണ്. സോറി. ഓക്കെ, അപ്പം ഈ ഒരു വാല്യൂരിന്റെ ഉള്ളിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഒരു സൈഡ് വൈസ് ഉള്ള ചാൻസ് ഉണ്ട്. അതുപോലെ എന്താണ് ഫാൾസ് ബ്രേക്ക് ഔട്ടും കാര്യങ്ങളൊക്കെ സംഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ ഈ വാല്യൂരിന്റെ മുകളിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് ആദ്യത്തെ ഒരു 1 അവർ മാർക്കറ്റിന്റെ ഡയറക്ഷൻ മുകളിലോട്ടാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ബുള്ളിഷ് ആയിട്ടുള്ള റിവ്യൂ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അതുപോലെ തന്നെ എന്താണ് ഇതിന്റെ താഴെ മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് ഒരു ബീറിഷ് ആയിട്ടുള്ള അപ്രോച്ച് നമുക്ക് കണ്ടു കഴിഞ്ഞാൽ ഡൗൺ സൈഡിലേക്ക് ഒരു വ്യൂ ആണ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാനായിട്ട് സാധിക്കുക. അതുപോലെ തന്നെ നാളത്തെ പി ഒ സി ലെവൽ എന്ന് പറയുന്നത് എന്താണ് ഈ ഒരു ലെവലാണ്. 23,617 ആണ് പി ഒ സി. അതൊരു സപ്പോർട്ടായിട്ടും റെസിസ്റ്റൻസ് ആയിട്ടും മാർക്കറ്റിൽ ആക്ട് ചെയ്യും. ഓക്കെ, അപ്പൊ ഇന്നത്തെ ലെവൽ തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം ഇന്നലെ പറഞ്ഞാണ് പി ഒ സി ലെവൽ. അപ്പൊ കറക്റ്റ് ആയിട്ട് നിഫ്റ്റി ഒരു മുകളിൽ നിന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ടാണ്. കറക്റ്റ് ആയിട്ട് തന്നെ ആ ഒരു പി ഒ സി ആണ് നിഫ്റ്റി ടാർഗറ്റ് കറക്റ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പം ഈ ലെവൽസ് ഒക്കെ നിങ്ങൾ കറക്റ്റ് ആയിട്ട് തന്നെ മാർക്ക് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ നമ്മുടെ പ്രൈസ് ആക്ഷൻ സ്പോട്ട് പ്രൈസിന്റെ ലെവൽസ് നിങ്ങൾ മാർക്ക് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു.